നാളെയാണ് ആ ശുഭദിനം. മഞ്ചേശ്വരത്ത് ആര് ജയിക്കും? നേമത്ത് ആര് ജയിക്കും? തൃക്കരിപ്പൂരിൽ ആര് ജയിക്കും? പാലക്കാടിൽ ആര് ജയിക്കും? PV അൻവറും റിയാസും മത്സരിക്കുന്ന ബേപ്പൂർ മണ്ഡലത്തിൽ ആര് ജയിക്കും? ഇത് ക്ലിയറായി കൃത്യമായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു പ്രൊഡിക്ഷൻ പോലും തെറ്റൂല. ഓക്കെ, അതായത് വിഷയത്തിലേക്കൊക്കെ കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. കേരളത്തിലുള്ള എല്ലാ അമ്മമാരും പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, പിണറായി വിജയന്റെ ഭരണത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിച്ചെടുക്കണേ ദൈവമേ. മൂന്നാമത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നാൽ ഞങ്ങളൊക്കെ എങ്ങോട്ടെങ്കിലും ഓടേണ്ടി വരും ദൈവമേ. ആര് ഭരിച്ചാലും ഒരു പ്രശ്നവുമില്ല, പിണറായി വിജയനിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവല് തരണേ എന്ന് ഓരോ വീട്ടമ്മമാരും പ്രാർത്ഥിക്കുകയാണ്. ദൈവമെന്ന മഹാശക്തിയുണ്ട്. ആ ദൈവം നാളെ 11 മണിക്ക്, അതായത് മെയ് 4-ാം തീയതിക്ക് 11 മണിക്ക് എല്ലാ വീട്ടമ്മമാർക്കും പിണറായി വിജയന്റെ ദുർബലമായ ഭരണത്തിൽ നിന്ന് മോചനം കൊടുക്കുകയാണ്. ഓരോ വീട്ടമ്മമാരുടെ പ്രാർത്ഥന ദൈവം അങ്ങ് ഏറ്റെടുക്കുകയാണ്. നാളെ ദൈവം ഉത്തരം തരുന്നു പൊന്നു മനുഷ്യന്മാരെ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ആദ്യം നമ്മൾ പാലക്കാടിലേക്ക് കടക്കാം. എന്താണ് പാലക്കാടിന്റെ അവസ്ഥ? ശോഭാ സുരേന്ദ്രൻ കണ്ടം വഴി ഓടുന്നു എന്നാണ് കിട്ടുന്ന റിപ്പോർട്ട്. അതായത് മുഖ്യധാര മാധ്യമങ്ങൾ പറയുന്നത്, എല്ലാ എക്സിറ്റ് പോളും പറയുന്നത് അവിടെ രമേശ് പിഷാരടി ജയിക്കുമെന്നാണ്. എന്നാൽ ചിലർ പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ച വെച്ചിട്ടാണ് അവിടെ രമേശ് പിഷാരടി ജയിക്കുന്നത് എന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, അവിടെ രമേശ് പിഷാരടി ജയിക്കാൻ പോകുന്നത് 10,000-ലേറെ ഭൂരിപക്ഷത്തിലാണ്. ഇത്തിരി പോലും ഇഞ്ചോടിഞ്ചില്ല. അതായത് വോട്ടെണ്ണുന്ന ആദ്യ 35 മിനിറ്റ് ശോഭാ സുരേന്ദ്രൻ മുന്നിലുണ്ടാവും. അതിനുശേഷം നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ എങ്ങനെയാണ് മുമ്പിൽ വന്നത്, അതേമാതിരിക്ക് നമ്മുടെ രമേശ് പിഷാരടി മുന്നിലെത്തും. ഏറ്റവും അവസാനം 10,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ അവിടെ രമേശ് പിഷാരടി 100-ൽ 101% ഉറപ്പായിട്ടും അവിടെ രമേശ് പിഷാരടി ജയിക്കും. അതിനുള്ള 2 കാരണം ഞാൻ പറയാം. ഒന്ന്, പാലക്കാടിലെ നല്ലവരായ അമ്മമാരും സഹോദരങ്ങളും നമ്മുടെ രാഹുൽ മാങ്കൂടത്തിന് നീതി കിട്ടണം. നമ്മുടെ രാഹുൽ മാങ്കൂടത്തിന് നീതി കിട്ടണമെങ്കിൽ അവിടെ രമേശ് പിഷാരടി ജയിക്കണമെന്ന് അവിടത്തെ നല്ലവരായ അമ്മമാർ അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ആരാണ് രാഹുൽ മാങ്കൂടത്തിൽ? പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. നോക്കൂ നിങ്ങൾ, വെറും 2.5-3 വർഷം മാത്രമാണ് നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ അവിടെ MLA ആയത്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസം പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തു രാഹുൽ മാങ്കൂടത്തിൽ. അത്രയും നല്ല ഭരണാധികാരി, നീതിമാനായ ഭരണമാണ് നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ അവിടെ കാണിച്ചു വെച്ചത്. ചിലർ അസൂയപ്പെട്ടിട്ട്, അതായത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂടത്തിലും ഒന്നിച്ചിട്ട് പ്രചാരണത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ 140-135 സീറ്റും കോൺഗ്രസ് വിജയിക്കും. അതുകൊണ്ട് ഒന്നെങ്കിൽ രാഹുലിനെ തകർക്കാം, അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ തകർക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ രാഹുലിനെ കള്ളക്കേസിൽ കുടുക്കിയതാണ് പൊന്നു മനുഷ്യന്മാരെ. അതുകൊണ്ട് പാലക്കാടിലെ ജനങ്ങൾക്ക് ആ സത്യം മനസ്സിലായത് കൊണ്ട് നമ്മുടെ രമേശ് പിഷാരടി അവിടെ ജയിപ്പിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. ശോഭാ സുരേന്ദ്രൻ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. നോക്കൂ നിങ്ങൾ, മത്സരത്തിലേക്ക് വരുമ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്താണ് പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ അമ്മയാണ്, പെങ്ങളാണ്, മറ്റതാണ് മറിച്ചതാണെന്നല്ല ഈ പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. എന്നാൽ അവരെയൊക്കെ, അതായത് ഈ പൈസ കൊടുത്ത വിഷയത്തില്, ഈ പറയുന്ന പൈസ കൊടുത്തിട്ട് ശോഭാ സുരേന്ദ്രൻ വോട്ട് പിടിക്കുന്നു എന്ന് നമ്മൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ വീഡിയോ സഹിതം നമ്മൾ കണ്ടപ്പോ, ശോഭാ സുരേന്ദ്രന്റെ ഒരു വൃത്തികെട്ട ഫോൺ സംഭാഷണം പുറത്തു വരികയാണ്. ഞാൻ നിങ്ങളുടെ അമ്മയാണ്, പെങ്ങളാണെന്ന് പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ ഏതോ ഒരു അമ്മക്ക് തെറി വിളിക്കുന്നത് ഞാൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? പുല്ലാടി മോളെ എന്നൊക്കെ വിളിക്കുന്നത്. അവരെങ്ങനെയാണ് ജയിക്കുന്നത്? അമ്മയും പെങ്ങയും തിരിച്ചറിയാത്ത ശോഭാ സുരേന്ദ്രൻ എങ്ങനെ ജയിക്കും? ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് തൃക്കരിപ്പൂർ. ആരാണ് തൃക്കരിപ്പൂർ? എന്താണ് തൃക്കരിപ്പൂർ മണ്ഡലം? CPM കോട്ടയാണ്. അവിടെ ആര് നിന്നാലും, പൊന്നുപ്രേക്ഷകരെ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തൃക്കരിപ്പൂരിൽ മത്സരിക്കുകയാണെങ്കിലും, ഇത് അവതരിപ്പിക്കുന്ന ഞാൻ തൃക്കരിപ്പൂരിൽ മത്സരിക്കുകയാണെങ്കിലും, CPM-ലാണ് നമ്മൾ മത്സരിക്കുന്നതെങ്കിൽ മിണ്ടാതെ വീട്ടിലിരുന്നാൽ മതി, ഉറപ്പായിട്ടും നമ്മൾ ജയിക്കും. അതായത് CPM-ന്റെ കോട്ടയാണ്. അവിടെ ആര് മത്സരിച്ചാലും ജയിക്കുന്നത് 2,000-3,000 ഭൂരിപക്ഷത്തിലല്ല, 25,000 അല്ലെങ്കിൽ 30,000 വരുന്ന ഭൂരിപക്ഷത്തിലാണ് അവിടെ CPM ജയിക്കുന്നത്. എന്നാൽ ഇത്തവണ അത് മാറുകയാണ്. CPM കോട്ട എന്ന്, ചെങ്കോട്ട എന്ന് പറയുന്ന ആ വലിയൊരു ചെങ്കോട്ടയെ തകർത്ത് തരിപ്പണമാക്കുകയാണ് സന്ദീപ് വാര്യർ. അവിടെ കുറഞ്ഞത്
3000-ൽ വരുന്ന ഭൂരിപക്ഷത്തിൽ സന്ദീപ് വാര്യർ ജയിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇപ്രാവശ്യം അവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് മുസ്തഫയാണ്. മുസ്തഫ 8 പൊട്ടിയിട്ട് EMS മുതൽ 50-60 വർഷം, അതായത് EMS ആണ് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി, മറ്റേ CPM-ന്റെ ആദ്യ മുഖ്യമന്ത്രി. ആ ഒരു EMS-ന്റെ കാലഘട്ടം മുതൽ ചെങ്കോട്ടയാണ് ഈ പറയുന്ന തൃക്കരിപ്പൂർ. എന്നാൽ ആ തൃക്കരിപ്പൂരിനെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് അവിടെ സന്ദീപ് വാര്യർ ജയിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല പൊന്നുമനുഷ്യന്മാരെ. അപ്പൊ നമുക്ക് മൂന്നാമതായിട്ട് PV അൻവർ ജയിക്കുമോ മുഹമ്മദ് റിയാസ് ജയിക്കുമോ? ഉറപ്പിച്ചു വെച്ചോളൂ, എഴുതി വെച്ചോളൂ. അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ മിനിമം 6000 അല്ലെങ്കിൽ 7000 വരുന്ന ഭൂരിപക്ഷത്തിൽ PV അൻവർ ജയിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ ഒരൊറ്റ എക്സാമ്പിൾ പറയാം. എന്ത് ഭരണമാണ് ഈ പറയുന്ന മുഹമ്മദ് റിയാസ് കാഴ്ചവെച്ചത്? മുഹമ്മദ് റിയാസിനെ ഇന്നലെ വരെ, അതായത് എല്ലാവരും തെറി വിളിക്കുകയാണ്. മുഹമ്മദ് റിയാസ് എന്തെങ്കിലും ഒരു സ്പീച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവൻ വൃത്തികെട്ട നേതാവാണെന്ന് എല്ലാ ജനങ്ങളും തെറി വിളിക്കുകയാണ്. കാരണം ഇത്ര വലിയ മന്ത്രിയായിട്ടും ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് മുഹമ്മദ് റിയാസ്. അതും കൂടാതെ പിണറായി വിജയന്റെ ദുർബലമായ ഭരണം കാരണം ഭരണവികാര വിരുദ്ധത നല്ല രീതിയിൽ ആണിയടിച്ചത് കൊണ്ട് അവിടെ ഈ പറയുന്ന PV അൻവർ ജയിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല പൊന്നുമനുഷ്യന്മാരെ. അപ്പൊ നമുക്ക് മഞ്ചേശ്വരത്തിലേക്ക് അടക്കാം. എന്താണ് മഞ്ചേശ്വരത്തിന്റെ അവസ്ഥ? ചിലർ പറയുന്നത് ഇഞ്ചോടിഞ്ച് മത്സരം എന്നാണ്. ഒരു കാര്യം പറയാം, അത് ശരി തന്നെയാണ്. മാറി മറിയും. വോട്ടെണ്ണലിലെ 140 മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. 5 മിനിറ്റിൽ K സുരേന്ദ്രൻ മുന്നിലും അതിനുശേഷം AKM അഷ്റഫ് മുന്നിൽ. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മഞ്ചേശ്വരത്ത്. ഏറ്റവും അവസാനം എല്ലാ എക്സിറ്റ് പോളും പറയുന്നത് 300-400 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ AKM അഷ്റഫ് ജയിക്കുമെന്നാണ്. ഇഞ്ചോടിഞ്ച് എന്ന് പറഞ്ഞാൽ മഹാ ഇഞ്ചോടിഞ്ചാണ്. അതായത് ഇങ്ങനെ വരാൻ കാരണം K സുരേന്ദ്രനാണ്. K സുരേന്ദ്രന് മഞ്ചേശ്വരത്ത് അദ്ദേഹത്തിന് കന്നഡ അറിയാം, തുളുവും അത്യാവശ്യം അറിയാം, മലയാളവും അറിയാം. K സുരേന്ദ്രൻ എന്തായാലും ഞാൻ പേഴ്സണലി റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്, മഞ്ചേശ്വരക്കാരും റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു നല്ലൊരു നേതാവാണ്, BJP-കാരനാണ്. എന്നാലും ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് K സുരേന്ദ്രൻ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ശോഭാ സുരേന്ദ്രനോ രാജീവ് ചന്ദ്രശേഖരനോ കുമ്മനനോ വേറെ ആര് മത്സരിക്കുന്നുണ്ടെങ്കിലും AKM ഉറപ്പായിട്ടും 5000-ലേറെ ഭൂരിപക്ഷം ജയിക്കേണ്ടതാണ്. അതായത് ഈ പറയുന്ന K സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായത് കൊണ്ട് മാത്രം ഇഞ്ചോടിഞ്ച് മത്സരം ഇവിടെ വരുന്നതിൽ യാതൊരു തർക്കവുമില്ല. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നേമം മണ്ഡലം നോക്കാം. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. ഓക്കെ, അവിടെ V ശിവൻകുട്ടി തോറ്റ് പണ്ടാരടങ്ങുമെന്നാണ് എല്ലാ എക്സിറ്റ് പോളും പറയുന്നത്. ശിവൻകുട്ടിയോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. ഓക്കെ, അതായത് കേരളത്തിൽ ഒരൊറ്റ സീറ്റാണ് BJP-ക്ക് കിട്ടാൻ പോകുന്നത്. ആ സീറ്റ് രാജീവ് ചന്ദ്രശേഖറിലൂടെ നേമം മണ്ഡലത്തിൽ കിട്ടുമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ, അതായത് കിട്ടുന്ന വാർത്തകളൊക്കെ നോക്കുമ്പോൾ അവിടെ ഉറപ്പായിട്ടും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറാണ് ജയിക്കാൻ പോകുന്നത്. അതിന് 2 കാരണം പറയാം. ഈ പറയുന്ന ശിവൻകുട്ടി നല്ല മനുഷ്യനാണ്. ഓക്കെ, അതായത് ശിവൻകുട്ടി എന്ന് പറയുന്ന ആൾ മഹാ നല്ല മനുഷ്യനാണ് പേഴ്സണലി. പക്ഷേ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഒന്നാമത് നല്ല വയസ്സായി, അദ്ദേഹത്തിനോട് ഇനി കയ്യത്തില്ല. രണ്ടാമത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ്. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ അതിന് പോലും ഉത്തരം തരാൻ പറ്റാത്തൊരു മന്ത്രിയാണ് ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ മന്ത്രിയാവുമ്പോൾ നമ്മൾ ഇത്തിരിയെങ്കിലും ഇംഗ്ലീഷൊക്കെ അറിയുന്ന, അതായത് വിദ്യാഭ്യാസം ഇല്ലാത്തത് നമ്മുടെ കുഴപ്പമല്ല. ഇപ്പൊ എനിക്ക് പേഴ്സണലി വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, പക്ഷേ വിദ്യാഭ്യാസമുള്ളവരെ വിദ്യാഭ്യാസ മന്ത്രിയാക്കണം. ഈ പറഞ്ഞ ശിവൻകുട്ടിക്ക് വേറെ എന്തെങ്കിലും ചാൻസ് കൊടുക്കണമായിരുന്നു പിണറായി വിജയൻ. എന്തിന് വിദ്യാഭ്യാസ മന്ത്രി കൊടുത്തു? അതായത് അവിടുത്തെ നാട്ടുകാർക്ക് തന്നെ വലിയൊരു നാണക്കേടായിട്ടുണ്ട് ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി. കാരണം ആരെങ്കിലും വന്നിട്ട് ഇംഗ്ലീഷിൽ എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ V ശിവൻകുട്ടി മറുപടി പറയുന്നത് മറ്റേ മലയാളത്തിലാണ്. അത് വളരെ മോശമായിട്ടാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് അവിടെ ഭരണവികാര വിരുദ്ധതയും കൂടി ആണിയടിച്ചതോടുകൂടി രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. അത് തന്നെയാണ് എന്റെയും അഭിപ്രായം. പൊന്നുമനുഷ്യന്മാരെ, ആരാണ് മുഖ്യമന്ത്രി ആവണം? നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം നിങ്ങൾ ഓരോരുത്തരും കമന്റ് ചെയ്യണം. അപ്പൊ എന്തായാലും തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇവിടെ വരാം. ഓക്കെ, ബൈ.